എഡ്യു ഹബിൻ്റെ നെറ്റ് റാപ്പിഡ് റിവിഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഡിസംബറിൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് പേപ്പർ 1 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്കിത് കൺവേർഷനാണ്, ഡെസിമലിൻ്റെ ഹെക്സാഡെസിമലിൻ്റെ ഒക്കെ കൺവേർഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 21E60 = 541 10. സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിരിക്കുന്നത് 257 10 = 10160. ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പം നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സാണ്. അപ്പം നമ്മളതിനെ 10ൻ്റെ ഡെസിമലോട്ട്, അതായത് ബൈനറി നമ്പറിലോട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ആദ്യം 21E60 എന്നുള്ളത് നമ്മൾ 10ലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹെക്സാഡെസിമലിൽ ആൽഫബറ്റ്സിന് ഈക്വൽ ആയിട്ട് നമ്പർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 10 ആണ് എക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്പർ, 11 ബിക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്പർ, 12 സിക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്പർ, 13 ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്പർ, 14 ഇക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്പർ. സോ 14 × 60⁻0, 60 ആണ് അവിടെ തന്നിരിക്കുന്നത്. സോ 60⁻0 പ്ലസ് 1 × 10ൻ്റെ അക്കത്തിൽ കിടക്കുന്ന 1 ആണ്. 1 × 60⁻1 പ്ലസ് 2 × 60⁻2. അപ്പം 512 പ്ലസ്, അതായത് 2 × 60⁻2 എന്ന് പറഞ്ഞാൽ 512 ആണ്. 1 × 60⁻1, അത് 60⁻1 എന്ന് പറയുന്നത് 1 ആണ്, 60 ആണ്. 60 × 1 60 ആണ്. പ്ലസ് 60⁻0, 60⁻0 എന്ന് പറയുന്നത് 1 ആണ്. 1 × 40 40. സോ 512 പ്ലസ് 60 പ്ലസ് 14 = 542 എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 541 ആണ്. 541 ആണ് തന്നിരിക്കുന്നത്. സോ അത് തെറ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്ന 10160 ആണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. 1 × 60⁻0 പ്ലസ് 0 × 60⁻1 പ്ലസ് 1 × 60⁻2. 1 × 60⁻2 എന്ന് പറയുന്നത് 256 ആണ്. പ്ലസ് 60⁻1 എന്ന് പറയുന്നത് 60 ആണ്. × 0 എന്ന് പറയുന്നത് 0 വന്നു. 1 × 60⁻0, 60⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. സോ 256 പ്ലസ് 0 പ്ലസ് 1 = 257 എന്ന് കിട്ടും. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ICT തന്നെയാണ്. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, താഴെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റോറേജ് മീഡിയം ഫോർ സ്റ്റോറിങ് ഡേറ്റ ഓൺ നെറ്റ്വർക്ക് സെർവർ ഈസ് എ ബ്ലൂറേ ഡിസ്ക്. അതായത് നെറ്റ്വർക്ക് സെർവറിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്യൂട്ടബിൾ സ്റ്റോറേജ് എന്ന് പറയുന്നത് ബ്ലൂറേ ഡിസ്ക് ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് ആൻ ഒപ്റ്റിക്കൽ ഡിസ്ക് വിച്ച് കനോട്ട് ഹാവ് എ ഡേറ്റ അപ്ഡേഷൻ ഈസ് എ CD-ROM. അതായത് ഒപ്റ്റിക്കൽ ഡിസ്കിൽ ഡേറ്റ അപ്ഡേഷൻ ഇല്ലാത്തത് CD-ROMനാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൻ്റെ അന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഒരു നെറ്റ്വർക്ക് സെർവറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയം എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. അത് HDDC ആണ്. ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോർ ഹൗസ് എന്നാണ് ഹാർഡ് ഡിസ്ക് അറിയപ്പെടുന്നത്. വളരെയധികം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കുകൾക്ക് വളരെ ഉയർന്ന സംഭരണശേഷിയും ഉയർന്ന ഡേറ്റ വിനിമയ നിരക്കും കുറഞ്ഞ ആക്സസ് ടൈമുമാണ് ഉള്ളത്. ബ്ലൂറേ DVD അല്ലെങ്കിൽ ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് മീഡിയമാണ്. ഒപ്റ്റിക്കൽ ഡിസ്ക്കാണ് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത്. ഹൈ ഡെഫിനിഷൻ, അതായത് HD വീഡിയോകൾ ആലേഖനം ചെയ്യുന്നതിനും പുനരാലോകനം ചെയ്യുന്നതിനും
അവ വീണ്ടും കാണുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ് ബ്ലൂ റേ എന്ന് പറയുന്നത്. ബ്ലൂ റേ ഫോർമാറ്റിൽ നീല വയലറ്റ് ലേസറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ റേ എന്ന് പേര് വന്നത്. ചുവന്ന ലേസറിനെ അപേക്ഷിച്ച് നീല വയലറ്റ് ലേസറിന് കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളതിനാൽ വളരെ കൃത്യതയോടെ ലേസർ സ്ഥാനങ്ങൾ കേന്ദ്രീകരിക്കാൻ ഇതിന് സാധിക്കും. ഡേറ്റയെ കൂടുതൽ അടുക്കി ക്രമീകരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CD അല്ലെങ്കിൽ DVD അതേ വലിപ്പമുള്ളുവെങ്കിലും കൂടുതൽ ഡേറ്റ ഇതിന് സംഭരിക്കാനാകും. ഒരു സാധാരണ DVD 5 മടങ്ങ് സംഭരണശേഷിയാണ് ബ്ലൂ റേ DVDക്കുള്ളത്. CD-ROM അല്ലെങ്കിൽ കോമ്പാക്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത് ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ സംഭരണശേഷി കൂടുതലും ഹാർഡ് ഡിസ്കിനേക്കാൾ സംഭരണശേഷി കുറവുമായ ഉപകരണമാണ്. ഒരു CD ഡ്രൈവ് CDയിൽ നിന്നും ഡേറ്റ വായിക്കുന്നതിനും അതിലേക്ക് എഴുതാനും ചുവന്ന ലേസർ കിരണമാണ് ഉപയോഗിക്കുന്നത്. ഒരു CDയിലേക്ക് ഡേറ്റ എഴുതുന്നതിന് ബേണിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഒപ്റ്റിക്കൽ ഡിസ്കിൽ അല്ലെങ്കിൽ ഈ CDക്ക് ഡേറ്റ അപ്ഡേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞു ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റോറേജ് മീഡിയം ഓൺ നെറ്റ്വർക്ക് സെർവർ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം എന്ന് പറയുന്നത് ബ്ലൂ റേ DVD തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലൂ റേ ഡിസ്ക് തന്നെയാണ്. Next question, given below two statements. Statement 1, WebEx by Dell Technologies is the leading enterprise solution for video conferencing, online meeting, screen share and webinars. Statement 2, GIF is an image file format and stands for Graphic Interactive Format. In the light of above statements, choose the most appropriate answer from the options given below. സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്ന വെബെക്സ് ബൈ ഡെൽ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ കോൺഫറൻസിനും ഓൺലൈൻ മീറ്റിങ്ങിനും സ്ക്രീൻ ഷെയറിനും വെബിനാഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് GIF എന്ന് പറയുന്ന ഇമേജ് ഫോർമാറ്റാണ്. അത് ഗ്രാഫിക് ഇൻട്രാക്റ്റീവ് ഫോർമാറ്റ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. Answer both statement 1 and statement 2 are incorrect. വെബെക്സ് എന്ന് പറയുന്നത് ഒരു വീഡിയോ കോൺഫറൻസിങ്ങും ഓൺലൈൻ മീറ്റിങ്ങും സ്ക്രീൻ ഷെയറും വെബിനാഴ്സൊക്കെ നടത്താൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. വെബെക്സ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആണ്. റിയൽ ടൈം വീഡിയോ കോൺഫറൻസിങ്ങിനും അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ നടത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വെബെക്സ് മീറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഡെൽ ടെക്നോളജീസ് അല്ല, സിസ്കോയാണ്. അതുകൊണ്ടാണ് ഇതിവിടെ തെറ്റായത്. അതായത് സിസ്കോയാണ് വെബെക്സ് എന്ന് പറയുന്ന ആ ഒരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. GIF എന്ന് പറയുന്നത് ഒരു ഇമേജ് ഫയൽ ഫോർമാറ്റാണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ് എന്നാണ്. ഗ്രാഫിക് ഇൻട്രാക്റ്റീവ് ഫോർമാറ്റ് എന്നുള്ളതല്ല. Next question, a musician uses a broadband internet connection to download music. In this context, which of the following statements are true? അതായത് ഒരു മ്യൂസിഷ്യൻ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ ഹാവ് പുവർ ബ്രോഡ്ബാൻഡ് ആക്സസ്. ദർ ഈസ് നോ നീഡ് ടു ഡയൽ അപ്പ്. ബ്രോഡ്ബാൻഡ് ഈസ് ഓൾവേസ് കണക്റ്റഡ്. You cannot use the landline phone at the same time while using the broadband internet. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് സം റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ ഹാവ് പുവർ ബ്രോഡ്ബാൻഡ് ആക്സസ് ആണ്. അതായത് ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ ബ്രോഡ്ബാൻഡ് ആക്സസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് നമുക്ക് എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മൾ എപ്പോഴും ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതെപ്പോഴും കണക്റ്റഡ് ആണ്. യു കനോട്ട് യൂസ് ദ ലാൻഡ് ലൈൻ ഫോൺ അറ്റ് ദ സെയിം ടൈം വൈൽ യൂസിങ് ദ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ളത് തെറ്റുമാണ്. സോ എയും ബിയും ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സോഫ്റ്റ്വെയർസ്, ലിസ്റ്റ് 2 അതിൻ്റെ യൂസേജും ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഇൻഫറൻസ് എഞ്ചിൻ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് എംപ്ലോയീസ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ, മാച്ചിങ് ഇൽനെസ് ടു സിംറ്റംസ്, പ്രൊഡ്യൂസിങ് എ മൾട്ടിമീഡിയ സ്ലൈഡ് ഷോ, പ്രൊഡ്യൂസിങ് എ മാഗസിൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ, പ്രൊഡ്യൂസിംഗ് എ മാഗസിൻ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, പ്രൊഡ്യൂസിംഗ് എ മൾട്ടിമീഡിയ സ്ലൈഡ് ഷോ, ഇൻഫറൻസ് എഞ്ചിൻ, മാച്ചിങ് ഇൽനെസ് ടു സിംറ്റംസ്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് എംപ്ലോയീസ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ DTP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പ്രോജക്ട്സ് ഔട്ട്ലൈൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുമായിട്ട് മീഡിയ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ടെക്സ്റ്റിനെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ, ക്യാൻവാസിലോട്ട് മൂവ് ചെയ്യാൻ, ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ, ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാനൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പാക്കേജാണ്. അതായത് നമുക്ക് സ്ലൈഡ് ഷോ അല്ലെങ്കിൽ സ്ലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന നോളഡ്ജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ട്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അതിനുശേഷം നമുക്കൊരു ആൻസർ തരാവുന്ന രീതിയിൽ അതിനെ ഓർഡർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഡയഗ്നോസിസ് വരുന്നുണ്ട്, മോണിറ്ററിങ് വരുന്നുണ്ട്, ഡിസൈനിങ് വരുന്നുണ്ട്, ഷെഡ്യൂളിംഗ് ഒക്കെ വരുന്നുണ്ട്. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഡേറ്റയെ അതിൻ്റെ യൂസേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊരു സെൻട്രൽ ലൊക്കേഷനിൽ ഇത് സ്റ്റോർ ചെയ്യുകയും ആക്സസ് ചെയ്യുകയും സേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് വ്യക്തികളെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെയിംസ്, അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Given below two statements. Statement 1. The total solids in a wastewater sample are the materials left after water has evaporated from the sample. Statement 2. The dissolved solid fraction usually includes colloidal particles. In the light of the above statements, choose the most appropriate answer from the options given below. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. Answer option 1 ആണ്. Both statement 1 and statement 2 are correct. അതായത് ടോട്ടൽ സോളിഡ്സ്, അതായത് വേസ്റ്റ് വാട്ടർ സാമ്പിളിലെ ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോളിഡ് ഫ്രാക്ഷൻ്റെ അകത്ത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1. വെൻ എ ഹസാർഡസ് വേസ്റ്റ് ഹാസ് either high or low pH value, it must be treated for neutralization before discharge. Statement 2. Sulfuric acid and hydrochloric acid are added to hazardous waste with low pH value to neutralize it. In the light of the above statements, choose the most appropriate answer from the options given below. Statement 1 പറഞ്ഞിരിക്കുകയാണ് ഹസാർഡസ് വേസ്റ്റ്, അത് pH വാല്യൂ കുറവോ കൂടുതലോ ആയിക്കോട്ടെ, അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അത് ന്യൂട്രലൈസേഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഹസാർഡസ് വേസ്റ്റിലോട്ട് ഈ ആസിഡ്സ് ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലോ pH വാല്യൂ ഉള്ളതായതുകൊണ്ട് ഇത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ആൻസർ ഇവിടെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് ശരിയായിട്ടുള്ളത്. ഹസാർഡസ് വേസ്റ്റ്, അതായത് നമ്മൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റ് അതിൻ്റെ pH വാല്യൂ കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ന്യൂട്രലൈസ് ചെയ്യണം എന്നുള്ളത് ഒരു നിയമമാണ്. സോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. ഹസാർഡസ് വേസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഡ്രൈയിങ്, ഗ്രിൻഡിങ്, ഇവാപ്രേഷൻ, സെഡിമെൻറ്റേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ന്യൂട്രലൈസേഷൻ, ഹൈഡ്രോളിസിസ്,
ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, എൻസൈം ട്രീറ്റ്മെൻറ്റ്, UV ട്രീറ്റ്മെൻറ്റ്, മൈക്രോവേവ് ട്രീറ്റ്മെൻറ്റ് എന്നിവയൊക്കെയാണ്. ഹസാർഡസ് വേസ്റ്റ് നമ്മൾ മേലിൽ ന്യൂട്രലൈസ് ചെയ്യുന്നത് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും കെമിക്കൽ റിയാക്ഷനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് വെയർ കവേർഡ് അണ്ടർ ക്യോട്ടോ പ്രോട്ടോകോൾ? ക്യോട്ടോ പ്രോട്ടോകോളിൽ കവർ ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ്. 2005 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ ജപ്പാനിലാണ് നടന്നത്. ഈ പ്രോട്ടോകോളിൽ നിന്നും കാനഡയാണ് പിന്നീട് പിൻവാങ്ങിയത്. ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ കീഴിൽ 6 മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് വരുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലോറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ്, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്നിവയാണവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഇൻവേർഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ മെയിൻലി കോസസ്. ഡസ്റ്റ് storm, dispersion of air pollutants, accumulation of air pollutants, ozone depletion. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അക്യുമുലേഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ് ആണ്. ടെമ്പറേച്ചർ ഇൻവേർഷൻ്റെ ഫലമായിട്ട് ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന എയർ പൊല്യൂട്ടൻസിനെ സ്കൈയിലോട്ട് ട്രാവൽ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് എയർ കണ്ടാമിനൻസിനെ എർത്ത് സർഫസിൻ്റെ അടുത്തായിട്ട് ട്രാപ്പ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യപ്പെടുന്നത്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന വിൻ്റർ സീസണാണ്. അതുപോലെ തന്നെ ലോസ് ആഞ്ചലസ്, മെക്സിക്കോ സിറ്റി എന്നിവിടങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന സിറ്റീസ് എന്ന് പറയുന്നത്. ഈ ട്രാപ്പ് ചെയ്തിട്ടുള്ള പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ഷൻ നടക്കുകയും അത് വേറെ പൊല്യൂട്ടൻസിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഗ്രൗണ്ട് ലെവൽ ഓസോണൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഹ്യൂമൻ ഹെൽത്തിനൊക്കെ വളരെയധികം പ്രോബ്ലംസ് പിന്നീട് സൃഷ്ടിക്കുന്നുണ്ട് ഈ പൊല്യൂട്ടൻസ്. Next question, arrange the following in increasing order of DDT concentration among them as a result of bioaccumulation or accumulation. Bioaccumulation അല്ലെങ്കിൽ അക്യുമുലേഷൻ്റെ ഫലമായിട്ട് കോൺസെൻട്രേഷൻ കൂടുതലല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഷ്, വാട്ടർ ബോഡി, ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ്, സൂപ്ലാങ്സ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് പ്രൈമറി കൺസ്യൂമേഴ്സിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും ഈ ടോക്സിക് കെമിക്കൽസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഫുഡ് ചെയിനിലെ ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തേതിലോട്ട് പോകുമ്പോഴും മൂന്നാമത്തേതിലോട്ട് പോകുമ്പോഴും ഈ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് ചെയ്യുന്നത്. നോൺ ബയോഡീഗ്രേഡബിൾ കെമിക്കൽസിലും പൊല്യൂട്ടൻസിലുമാണ് ഇത് വളരെയധികം കൂടുതൽ എന്ന് പറയുന്നത്. ഈ ഒരു DDT ആണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പം DDT ആദ്യം വാട്ടർ ബോഡിയിലോട്ട് പ്രവേശിക്കുക, വാട്ടർ ബോഡിയിലോട്ട് ചെല്ലുന്നു. അതിനുശേഷം ഇത് പ്ലാങ്ക്ടോൺസ് ഈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പ്ലാങ്ക്ടോൺസിനെ സ്മോൾ ഫിഷസ് ഈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബിഗ് ഫിഷ് ഈറ്റ് ചെയ്യുന്നു. ഈ ബിഗ് ഫിഷിനെയൊക്കെ ബേർഡ്സ് ഈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ ലെവലും കൂടുന്തോറും ഈ കോൺസെൻട്രേഷനും കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ ബിഗ് ഫിഷിനെ ബേർഡ്സ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബേർഡ്സ് ഇടുന്ന മുട്ട, ആ മുട്ടയുടെ ലെയറൊക്കെ ഭയങ്കരമായിട്ട് തിന്നായി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ബേർഡ്സിൻ്റെ ബേബീസിൻ്റെ പ്രീമച്വർ ഡെത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. സോ ആൻസർ ഇവിടെ വരുന്നത് സൂപ്ലാങ്ക്ടോൺസ്, വാട്ടർ ബോഡി, ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് എന്നതാണ്. ആൻസർ ഓപ്ഷൻ 2 ആണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്